ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ബയോളജിയുമായി ബന്ധപ്പെട്ടതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ദ ട്രാൻസ്മെംബ്രെയിൻ മൂവ്മെൻറ്റ് ഓഫ് എ ഫോസ്ഫോലിപ്പിഡ് ഫ്രം വൺ ലീഫ്ലെറ്റ് ഓഫ് ദി ബൈലെയർ ടു ദ അതർ വിച്ച് ഈസ് തെർമോഡൈനാമിക്കലി അൺഫേവറബിൾ ആൻഡ് സ്ലോ ആൻഡ് ഈസ് നോൺ ആസ് വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ. അതായത് ഫോസ്ഫോലിപ്പിഡിൻ്റെ ഒരു ട്രാൻസ്മെംബ്രെയിൻ മൂവ്മെൻ്റാണ് പറയുന്നത്. ബൈലെയറിൻ്റെ ഒരു ലീഫ്ലെറ്റിൽ നിന്ന് അടുത്തതിലേക്കുള്ള മൂവ്മെൻറ്റ്. ഇത് തെർമോഡൈനാമിക്കലി അൺഫേവറബിളും സ്ലോയുമാണ് ഈ മൂവ്മെൻറ്റിന് പറയുന്ന പേര്, അല്ലെങ്കിൽ ഈ മോഷന് പറയുന്ന പേര്. ഉത്തരം വരുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നുള്ളതാണ്. എന്താണ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. സോ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ നമുക്കറിയാം സിംഗർ ആൻഡ് നിക്കോൾസൺ ആണ് പ്രപ്പോസ് ചെയ്തത്. സോ ഇൻ ദി ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഓഫ് സെൽ മെംബ്രെയിൻ ഫോസ്ഫോലിപ്പിഡ്സ് ക്യാൻ എക്സിബിറ്റ് സെവറൽ ടൈപ്പ് ഓഫ് മോഷൻ. നമുക്കറിയാം അതൊരു ക്വാസി ഫ്ലൂയിഡ് മോഡലാണ് അല്ലേ. അപ്പോൾ സെവറൽ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് ഫോസ്ഫോലിപ്പിഡ്സ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്നതാണ് ലാറ്ററൽ ഡിഫ്യൂഷൻ, റൊട്ടേഷണൽ മൂവ്മെൻറ്റ് ആൻഡ് ഫ്ലെക്ഷൻ ആർ ഓൾ റാപ്പിഡ്. Then energetically favorable movements within a single leaflet of the bilayer. അപ്പോൾ ഈ നമ്മളെ ക്വസ്റ്റ്യനിലെന്ന് പറഞ്ഞാൽ ഒരു ലീഫ്ലെറ്റിൽ നിന്ന് അടുത്തതിലേക്ക്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന മോഷൻസ് എന്ന് പറയുന്നത്, അതായത് ലാറ്ററൽ ഡിഫ്യൂഷൻ, റൊട്ടേഷണൽ മൂവ്മെൻറ്റ്, ഫ്ലെക്ഷൻ ഇതെല്ലാം എന്താണ്? എല്ലാം റാപ്പിഡാണ്, പെട്ടെന്ന് നടക്കുന്നതാണ്, എനർജറ്റിക്കലി ഫേവറബിൾ മൂവ്മെൻറ്റ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ ബൈലെയറിൽ ആ ഒരു സിംഗിൾ ലീഫ്ലെറ്റിനുള്ളിൽ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഇതിനെല്ലാം വിപരീതമായിട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഫോസ്ഫോലിപ്പിഡ് ഒരു സൈഡിൽ നിന്ന്, മെമ്പറൈൻ്റെ ഒരു സൈഡിൽ നിന്ന് അടുത്തതിലേക്ക് മൂവ് ചെയ്യുന്നു. ആൻഡ് ദിസ് പ്രോസസ് ഈസ് വെരി സ്ലോ ആൻഡ് തെർമോഡൈനാമിക്കലി ഫേവറബിൾ. അതുകൊണ്ടാണ് ചോദ്യത്തിൽ പറഞ്ഞിരുന്നത് ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ്, തെർമോഡൈനാമിക്കലി അൺഫേവറബിളുമാണ്. Because the hydrophilic head of the phospholipid must pass through the hydrophobic core of the membrane. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഫോസ്ഫോലിപ്പിഡിൻ്റെ ഹെഡ് ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള മെംബ്രെയിൻ്റെ കോറിലൂടെ പാസ് ചെയ്ത് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തെർമോഡൈനാമിക്കലി അൺഫേവറബിളും സ്ലോയുമാണ്. സ്പെഷ്യലൈസ്ഡ് എൻസൈംസ് ആയിട്ടുള്ള ഫ്ലിപ്പേസസ്, ഫ്ലോപ്പേസസ്, സ്ക്രാംബ്ലേസസ് ഇതൊക്കെയാണ് ഈ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരിക. അടുത്ത ചോദ്യം, ഇൻ എ സെല്ലുലാർ മെംബ്രെയിൻ ദ ആക്ടിവിറ്റി ഓഫ് എ ജി പ്രോട്ടീൻ ഈസ് ടെർമിനേറ്റഡ് when it is bound to GTP is hydrolyzed to GDP. അപ്പം ഒരു സെല്ലുലാർ മെംബ്രെയിനിൽ ജി പ്രോട്ടീൻ്റെ ആക്ടിവിറ്റി എപ്പോഴാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്? അതിൽ ബൗണ്ട് ചെയ്തിരിക്കുന്ന GTP ഹൈഡ്രലൈസ് ചെയ്ത് GDP ആവുന്ന സമയത്താണ്. This reaction is primarily catalyzed by the G protein intrinsic enzymatic activity which is a type of what? അപ്പം ഈ റിയാക്ഷനെ പ്രധാനമായും കാറ്റലൈസ് ചെയ്യുന്നത് ജി പ്രോട്ടീൻ്റെ ഒരു ഇൻട്രിൻസിക് എൻസൈമാറ്റിക് ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതേത് തരത്തിലുള്ള ജി പ്രോട്ടീൻ്റെ ഇൻട്രിൻസിക് എൻസൈമാറ്റിക് ആക്ടിവിറ്റി എന്നാണ് ചോദിച്ചേക്കുന്നത്. ഉത്തരം വരുന്നത് GTPase ടൈപ്പ് ഓഫ് എൻസൈമാറ്റിക് ആക്ടിവിറ്റി എന്നുള്ളതാണ്. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. ജി പ്രോട്ടീൻ എന്ന് പറയുന്നത് വിച്ച് ആക്ട് ആസ് എ മോളിക്കുലാർ സ്വിച്ചേഴ്സ് ഇൻ സെൽ സിഗ്നലിംഗ് പാത്വേ. അപ്പോൾ സെൽ സിഗ്നലിംഗ് പാത്വേയിലെ മോളിക്കുലാർ സ്വിച്ചേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ജി പ്രോട്ടീൻ. സൈക്ലിംഗ് ബിറ്റ്വീൻ ആൻ ആക്റ്റീവ് GTP ബൗണ്ടഡ് സ്റ്റേറ്റ് ആൻഡ് ആൻ ഇനാക്റ്റീവ് GDP ബൗണ്ട് സ്റ്റേറ്റ്. അപ്പം ജി പ്രോട്ടീനിൽ GTP ബൗണ്ട് ചെയ്തിരിക്കുമ്പോൾ അത് ആക്റ്റീവ് ആവുകയും GDP ആയിട്ട് അത് ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ജി പ്രോട്ടീൻ ഇനാക്റ്റീവ് ആവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് രൂപങ്ങൾക്കിടയിലുള്ള ഒരു സൈക്ലിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദ ഇനാക്ടിവേഷൻ സ്റ്റെപ്പ് ഇൻവോൾവ്സ് ദ ഹൈഡ്രോളിസിസ് ഓഫ് GTP ടു GDP. അപ്പോൾ ഇനാക്ടിവേഷൻ സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത്? GTP GDP ആയിട്ട് മാറുന്നു. അപ്പോൾ ഇനാക്ടിവേഷൻ സ്റ്റെപ്പിൽ GTP ഹൈഡ്രലൈസ് ചെയ്ത് GDP ആവും. ദ ജി പ്രോട്ടീൻ ഇറ്റ്സെൽഫ് ഹാസ് ആൻ ഇൻട്രിൻസിക് GTPase ആക്ടിവിറ്റി. ജി പ്രോട്ടീൻ്റെ മറ്റൊരു സവിശേഷതയാണ് അതിന് സ്വന്തമായിട്ട് തന്നെ ഒരു ഇൻട്രിൻസിക് GTPase ആക്ടിവിറ്റി ഉണ്ട്. മീനിങ് ഇറ്റ് ക്യാൻ കാറ്റലൈസ് ദിസ് ഹൈഡ്രോളിസിസ് റിയാക്ഷൻ. അതിൻ്റെ അർത്ഥം എന്താണ്? അവർക്ക് ഈ ഒരു ഹൈഡ്രോളിസിസ് റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റും. ദിസ് ഇൻട്രിൻസിക് ആക്ടിവിറ്റി ഈസ് ഓഫൺ എൻഹാൻസ്ഡ് ബൈ അതർ റെഗുലേറ്ററി പ്രോട്ടീൻ. അപ്പം ജി പ്രോട്ടീൻ്റെ ഈ GTPase ആക്ടിവിറ്റിയെ എൻഹാൻസ് ചെയ്യുന്ന മറ്റ് റെഗുലേറ്ററി പ്രോട്ടീൻസാണ് GTPase ആക്ടിവേറ്റിംഗ് പ്രോട്ടീൻ ഗാപ്സും
ഗ്യാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ജി ടി പിയുടെ ഈ ഒരു ഇൻട്രൻസിക് ജി ടി പി എസ് ആക്ടിവിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്ന റെഗുലേറ്ററി പ്രോട്ടീൻസാണ് ജി ടി പി എസ് ആക്ടിവേറ്റിംഗ് പ്രോട്ടീൻ ഗ്യാപ്സ്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു സ്പീഡ് അപ്പ് ദി ഇനാക്ടിവേഷൻ പ്രോസസ്സിനെ സ്പീഡപ്പ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 3, വിച്ച് മോളിക്യൂൾ ഇൻ്റർകലേറ്റ്സ് വിത്തിൻ ദി ലിപ്പിഡ് ബൈലെയർ ഓഫ് ദി ആനിമൽ സെൽ മെമ്പറൈൻ ടു മോഡുലേറ്റ് ഇറ്റ്സ് ഫ്ലൂയിഡിറ്റി ആൻഡ് ഡിക്രീസ് പെർമിബിലിറ്റി ടു സ്മോൾ പോളാർ മോളിക്യൂൾ. അപ്പോൾ താഴെ പറയുന്നതിൽ ഏത് മോളിക്യൂൾസാണ് നമ്മുടെ ആനിമൽ സെൽ മെമ്പറൈൻ്റെ ലിപ്പിഡ് ബൈലെയറിനെ ഇൻ്റർകലേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഫ്ലൂയിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു മോളിക്യൂൾ എന്ത് ചെയ്യുന്നു? ലിപ്പിഡ് ബൈലെയറിൻ്റെ ഫ്ലൂയിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതുപോലെ തന്നെ സ്മോൾ പോളാർ മോളിക്യൂൾസിൻ്റെ പെർമിബിലിറ്റി കുറയ്ക്കുകയും ചെയ്യുന്നു. അത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ലിപ്പിഡ് ബൈലെയറിൽ, അതായത് ആനിമൽ സെൽ മെമ്പറിലെ ലിപ്പിഡ് ബൈലെയറിൽ ഇൻ്റർകലേറ്റ് ചെയ്യുന്നു ഈ മോളിക്യൂൾ. അതിൻ്റെ ഫലമായിട്ട് ആ ലിപ്പിഡ് ബൈലെയറിൻ്റെ ഫ്ലൂയിഡിറ്റി മോഡുലേറ്റ് ചെയ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ സ്മോൾ പോളാർ മോളിക്യൂൾസിനോടുള്ള ആ സെൽ മെമ്പറിൻ്റെ പെർമിബിലിറ്റി കുറയ്ക്കപ്പെടുകയും ചെയ്യുന്നു. അതിൻ്റെ ഉത്തരം വരുന്നത് കൊളസ്ട്രോളാണ്. ആനിമൽ സെൽസിൽ കൊളസ്ട്രോളാണ് സെൽ മെമ്പറിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്ലൂയിഡിറ്റി റെഗുലേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പോണൻ്റാണ് കൊളസ്ട്രോൾ. അത് ഒരു ബയോഡയറക്ഷണൽ ബഫറായിട്ട് ആക്ട് ചെയ്യും. ഫ്ലൂയിഡിറ്റിയുടെ ഒരു ഡയറക്ഷണൽ ബഫറായിട്ട് ആക്ട് ചെയ്യും? ഈ കൊളസ്ട്രോൾ ആക്ട് ചെയ്യും. ഹൈ ടെമ്പറേച്ചേഴ്സിൽ ഇതെന്താണ്? ഇറ്റ്സ് റിജിഡ് സ്റ്റിറോയിഡ് റിംഗ് സ്ട്രക്ചർ റെസ്ട്രിക്റ്റ് ഫോസ്ഫോലിപ്പിഡ് മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ ഇതിൻ്റെ ഒരു റിജിഡായിട്ടുള്ള സ്റ്റിറോയിഡ് റിംഗ് സ്ട്രക്ചർ ഫോസ്ഫോലിപ്പിഡ് മൂവ്മെൻറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യും. പ്രിവെൻറ്റിങ് ദ മെംബ്രെയിൻ ഫ്രം ബിക്കമിങ് ടു ഫ്ലൂയിഡ്. അപ്പം ഹൈ ടെമ്പറേച്ചറിൽ ഒരു ഫ്ലൂയിഡ് നേച്ചർ കൂടുതലാണ് നമ്മുടെ സെൽ മെംബ്രെയിന്, പക്ഷേ അത് ഓവർ ഒരു ഫ്ലൂയിഡ് നേച്ചറിലേക്ക് മാറുന്നത് തടസ്സപ്പെടുത്തുന്നു. കൊളസ്ട്രോൾ തടസ്സപ്പെടുത്തുന്നു ബൈ ദ ഹെൽപ്പ് ഓഫ് ഇറ്റ്സ് സ്റ്റിറോയിഡ് റിംഗ് സ്ട്രക്ചർ. ഇനി ലോ ടെമ്പറേച്ചറിലാണെങ്കിൽ അതെന്ത് ചെയ്യുന്നു? അത് ഫോസ്ഫോലിപ്പിഡ്സ് ഭയങ്കര ക്ലോസ്ലി പാക്ക് ആവുന്നതിനെ തടസ്സപ്പെടുത്തുന്നു, അതായത് ഫ്ലൂയിഡിറ്റി വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, അപ്പം ദേ പ്രിവെൻറ്റ് ദ ഫോസ്ഫോലിപ്പിഡ് ഫ്രം പാക്കിംഗ് ടു ക്ലോസ്ലി ദെയർ ബൈ മെയിൻറ്റെയിനിങ് ഫ്ലൂയിഡിറ്റി. അപ്പോൾ ബൈ ഓക്യുപ്പൈങ് ദ സ്പേസ് ബിറ്റ്വീൻ ഫോസ്ഫോലിപ്പിഡ്, cholesterol also make the membrane less permeable to small water soluble molecules. അപ്പം ഫോസ്ഫോലിപ്പിഡ്സിനിടയിലുള്ള സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നത് വഴി കൊളസ്ട്രോൾ എന്ത് ചെയ്യുന്നു? മെമ്പറൈന് സോലുബിൾ മോളിക്യൂൾസിനോടും അതുപോലെ തന്നെ മറ്റ് ചെറിയ മോളിക്യൂൾസിനോടും ഇംപെർമിബിൾ ആക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ലെസ് പെർമിബിൾ ആക്കുകയും ചെയ്യുന്നു. 4ാമത്തെ ചോദ്യം, a patient with a genetic disorder displays a malfunction in the ability of cell to transport specific solute against their concentration gradient even with adequate ATP. This most likely implicates a defect in which class of membrane proteins? അപ്പോൾ ഒരു ജെനറ്റിക് ഡിസോർഡർ ഉള്ള പേഷ്യൻറ്റിൽ എന്ത് കാണുന്നു? ഡിസ്പ്ലേസ് എ മാൽ ഫങ്ഷൻ ഇൻ ദി എബിലിറ്റി ഓഫ് സെൽ ടു ട്രാൻസ്പോർട്ട് സ്പെസിഫിക് സൊല്യൂട്ട് അഗെയിൻസ്റ്റ് ദെയർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഈവൻ വിത്ത് അഡിക്വേറ്റ് ATP അഡിക്വേറ്റ് ആണെങ്കിൽ പോലും ചില മോളിക്യൂൾസിനെ അതിൻ്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള എബിലിറ്റി സെൽസിന് നഷ്ടപ്പെടുന്നു. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ പേഷ്യൻറ്റിന് ഒരു ജെനറ്റിക് ഡിസോർഡർ ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ATP ധാരാളമായിട്ടുണ്ടെങ്കിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കേണ്ടതാണ്, പക്ഷേ ഇവിടെ സെൽസിന് ആ സ്പെസിഫിക് സൊല്യൂട്ട്സിനെ അതിൻ്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ദർ ഇസ് എ ജെനറ്റിക് ഡിസോർഡർ വിച്ച് ഡിസ്പ്ലേസ് എ മാൽ ഫങ്ഷൻ ഇൻ എബിലിറ്റി. ആ സെൽസിൻ്റെ ആ ഒരു എബിലിറ്റി മാൽഫങ്ഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡിസോർഡർ ആ പേഷ്യൻറ്റിനുണ്ട്. ദിസ് മോസ്റ്റ് ലൈക്ലി ഇംപ്ലിക്കേറ്റ്സ് എ ഡിഫക്റ്റ് ഇൻ വിച്ച് ക്ലാസ് ഓഫ് മെംബ്രെയിൻ പ്രോട്ടീൻസ്. അപ്പം ഈ ജെനറ്റിക് ഡിസോർഡർ പ്രധാനമായും, അല്ലെങ്കിൽ ഈ ജെനറ്റിക് ഡിസോർഡറിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അവർ ഏത് ക്ലാസ് ഓഫ് മെംബ്രെയിൻ പ്രോട്ടീൻസിലാണ് ഡിഫക്റ്റ് ഉണ്ടായേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ജീനിലുണ്ടായ മ്യൂട്ടേഷൻ്റെ ഫലമായിട്ട് ഏത് ക്ലാസ് ഓഫ് മെംബ്രെയിൻ പ്രോട്ടീൻസ് ആണ് ഡിഫക്റ്റീവ് ആയിരിക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അത് പി ടൈപ്പാണ്. പി ടൈപ്പ് മെംബ്രെയിൻ പ്രോട്ടീൻസ് ഡിഫക്റ്റീവ് ആയതുകൊണ്ടാണ് സെൽ മെംബ്രെയിനിലൂടെ മോളിക്യൂൾസിന് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ATPയുടെ പ്രസൻസിൽ പോലും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടാൻ പറ്റാത്തത്.
നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. പി ടൈപ്പ് ATPases ആർ ലാർജ് ഫാമിലി ഓഫ് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഴ്സ് ദാറ്റ് യൂസസ് ദ എനർജി ഫ്രം ATP ഹൈഡ്രോളിസിസ് ടു പമ്പ് അയോൺസ് ആൻഡ് അതർ സൊല്യൂട്ട് അഗെയിൻസ്റ്റ് ദെയർ ഇലക്ട്രോകെമിക്കൽ ഗ്രേഡിയൻറ്റ് അക്രോസ് ദി സെൽ മെംബ്രെയിൻ. അപ്പോൾ സെൽ മെംബ്രെയിന് ക്രോസ് ആയിട്ട് ഇലക്ട്രോകെമിക്കൽ ഗ്രേഡിയൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് സൊല്യൂട്ട്സിനെ പമ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ATPases ആണ് പി ടൈപ്പ് എന്ന് പറയുന്നത്. പി ടൈപ്പ് ATPases ഇത് എന്താണ് വലിയൊരു ഫാമിലിയാണ്. ദിസ് ഇൻക്ലൂഡ് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഴ്സ് ആണ് ഇതിൽ വരുന്നത്. അവർ ATPയുടെ സഹായത്തോടു കൂടിയാണ് ഈ പാർട്ടിക്കിൾസിനെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യിക്കുന്നത്. So a key feature of this pump is that they become transiently phosphorylated during the transport cycle, giving them the P-type designation. അപ്പോൾ ഇവിടെ എന്താണ് ഇവരുടെ ഒരു പ്രത്യേക കീ ഫീച്ചർ എന്ന് പറയുന്നത്, അവർ ഈ ട്രാൻസ്പോർട്ട് സൈക്കിളിൻ്റെ സമയത്ത് ചെറിയൊരു രീതിക്ക് എന്ത് ചെയ്യും, ട്രാൻസിയൻ്റ്ലി ഫോസ്ഫോറിലേറ്റഡ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു P-type ഡെസിഗ്നേഷൻ കൊടുക്കുന്നത്. അതായത് ട്രാൻസ്പോർട്ടിൻ്റെ സമയത്ത് അവർ ഫോസ്ഫോറിലേറ്റഡ് ആവും. ഒരു പ്രോമിനൻ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് Na+K+ATPase, പിന്നെ കാൽഷ്യം 2+ ATPase ഒക്കെ ഇതിൽ വരും. ഇനി ഈ ജനറ്റിക് ഡിഫക്റ്റ് അഫക്റ്റിംഗ് പി ടൈപ്പ് പമ്പ് വുഡ് ഡയറക്ട്ലി ഇമ്പാക്ട് എ സെൽസ് എബിലിറ്റി ടു പെർഫോം പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പി ടൈപ്പ് പമ്പിനുണ്ടാകുന്ന ഒരു ഡിഫക്റ്റ്, ജനറ്റിക് ഡിഫക്റ്റ് എന്ത് ചെയ്യും, പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പെർഫോം ചെയ്യുന്നതിൽ നിന്ന് സെൽസിനെ തടസ്സപ്പെടുത്തും. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, ദ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ അക്രോസ് എ റെസ്റ്റിംഗ് പ്ലാസ്മ മെംബ്രെയിൻ ഈസ് പ്രൈമറിലി മെയിൻറ്റെയിൻഡ് ബൈ ദി ആക്ഷൻ ഓഫ് an electrogenic pump that moves 3 sodium ions out of every 2 potassium ions in. What is this protein called? ഓക്കെ, അപ്പോൾ ഒരു എന്താണ് റെസ്റ്റിംഗ് പ്ലാസ്മ മെംബ്രെയിനിൽ അതിൻ്റെ അവിടുത്തെ ആ ഒരു റെസ്റ്റിംഗ് പ്ലാസ്മ മെംബ്രെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ആ റെസ്റ്റിംഗ് പ്ലാസ്മ മെംബ്രെയിനിൽ ഒരു മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. അത് പ്രധാനമായും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു ഇലക്ട്രോജനിക് പമ്പിൻ്റെ ആക്ഷനിലൂടെയാണ്. ആ ഇലക്ട്രോജനിക് പമ്പ് എന്ത് ചെയ്യും, 2 പൊട്ടാസ്യത്തിനെ അകത്തേക്ക് കയറ്റുമ്പോൾ 3 സോഡിയം അയോൺസിനെ പുറത്തേക്ക് കളയും. അപ്പോൾ ഈ പ്രോട്ടീൻ ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അത് Na+K+ATPase ആണ്. So Na+K+ATPase is an active transport protein located in the plasma membrane of most animal cells. അപ്പോൾ മിക്കവാറുമുള്ള ആനിമൽ സെൽസിൻ്റെയൊക്കെ പ്ലാസ്മ മെംബ്രെയിനിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പ്രോട്ടീനാണ് Na+K+ATPase പമ്പ് എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോജനിക് പമ്പ് ബിക്കോസ് ഇറ്റ് മൂവ്സ് 3 പോസിറ്റീവ് ചാർജസ് ഔട്ട് ഓഫ് ദി സെൽ ഫോർ എവറി 2 പോസിറ്റീവ് ചാർജസ്, ദാറ്റ് ഈസ് K+. അറിയാലോ, ഇറ്റ് മൂവ്സ് ഇൻ, അതായത് അകത്തേക്ക് കയറുന്ന 2 K+ന് കറസ്പോണ്ടിങ് ആയിട്ട് പുറത്തേക്ക് 3 സോഡിയം അയോൺസിനെ തള്ളി ഇടും. ഓക്കെ, സോ റിസൾട്ടിങ് ഇൻ നെറ്റ് എക്സ്പോർട്ട് ഓഫ് 1 പോസിറ്റീവ് ചാർജ് പെർ സൈക്കിൾ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് 1 പോസിറ്റീവ് ചാർജ് പെർ സൈക്കിളാണ്. ദിസ് അൺഈക്വൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഹെൽപ്സ് മെയിൻറ്റെയിനിങ് ദി സെൽസ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ ഒരു അൺഈക്വൽ ആയിട്ടുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു, സെല്ലിൻ്റെ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, which method would be most effective for separating different cellular organelles from a homogenized cell suspension based on their density and size? അപ്പോൾ അടുത്ത ചോദ്യം എന്താണ്, ഏത് മെത്തേഡാണ് ഡിഫറെൻറ്റ് സെല്ലുലാർ ഓർഗനൽസിനെ ഏറ്റവും എഫക്റ്റീവായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്? ഓക്കെ, എവിടെ നിന്നാണ്? ഒരു ഹോമോജനൈസ്ഡ് സെൽ സസ്പെൻഷനിൽ നിന്ന് അവയുടെ ഡെൻസിറ്റിയുടെയും സൈസിൻ്റെയും ബേസിസിലാണ് സെപ്പറേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ചോദ്യം ഇതാണ്, ഒരു ഹോമോജനൈസ്ഡ് സെൽ സസ്പെൻഷനിൽ നിന്നും ഡെൻസിറ്റിയുടെയും സൈസിൻ്റെയും ബേസിസിൽ സെൽ ഓർഗനൽസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് മെത്തേഡ് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ ആണ്. ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്കാണ്. ഇത് എന്താണ്, സെല്ലുലാർ കമ്പോണൻസിൻ്റെ സെപ്പറേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ഇൻവോൾവ്സ് എ സീരീസ് ഓഫ് സെൻട്രിഫ്യൂഗേഷൻ സ്റ്റെപ്പ് അറ്റ് പ്രോഗ്രസീവ്ലി ഹയർ സ്പീഡ്സ്. അപ്പോൾ RPM, റൊട്ടേഷൻ പെർ മിനിറ്റ്. അപ്പോൾ ഹയർ RPMൽ പ്രോഗ്രസീവ്ലി നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഹെവിയർ ലാർജർ ഓർഗനൽസ് ആയിട്ടുള്ള ന്യൂക്ലിയൊക്കെ എന്ത് ചെയ്യും, ലോവർ സ്പീഡിൽ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യുമ്പം താഴെ പെല്ലറ്റ് ചെയ്യപ്പെടും.
എന്നാൽ സ്മോളർ ലൈറ്റർ കമ്പോണൻസ് ആയിട്ടുള്ള മൈറ്റോകോൺട്രിയ, റൈബോസോംസ് ഒക്കെ ഹയർ സ്പീഡിൽ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ മാത്രമാണ് അടിയിലടിഞ്ഞുകൂടി പെല്ലറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സിലൂടെ നമുക്ക് സെൽ ഓർഗനൽസിനെയും അവരുടെ മാസിൻ്റെയും ഡെൻസിറ്റിയുടെയും ബേസിസിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ചോദ്യം, ഡ്യൂറിങ് എ സ്ട്രെസ് റെസ്പോൺസ് ഡാമേജ്ഡ് ആൻഡ് മിസ്ഫോൾഡഡ് പ്രോട്ടീൻ ഇൻ ദി സൈറ്റോപ്ലാസം ആർ ടാഗ്ഡ് ഫോർ ഡിസ്ട്രക്ഷൻ ബൈ ദ അറ്റാച്ച്മെൻറ്റ് ഓഫ് വിച്ച് സ്മോൾ ഹൈലി കൺസേർവ്ഡ് പ്രോട്ടീൻ. അപ്പോൾ സ്ട്രെസ് റെസ്പോൺസിൻ്റെ സമയത്ത് ഡാമേജ്ഡ് അല്ലെങ്കിൽ മിസ്ഫോൾഡഡ് ആയിട്ടുള്ള സൈറ്റോപ്ലാസത്തിൽ കാണുന്ന പ്രോട്ടീൻസിനെ ടാഗ് ചെയ്യും. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? അതിനെ ഡിസ്ട്രക്റ്റ് ചെയ്ത് കളയണം. കാരണം മിസ്ഫോൾഡഡ് ആയിട്ടുള്ള പ്രോട്ടീൻ, ഡാമേജ്ഡ് പ്രോട്ടീൻ നമുക്ക് ആവശ്യമില്ല. അപ്പം അങ്ങനെ സ്ട്രെസ്സിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഈ പ്രോട്ടീനെ എന്ത് ചെയ്യും? നശിപ്പിച്ച് കളയാനായിട്ട് ടാഗ് ചെയ്യും. സോ ഈ ഹൈലി കൺസേർവ്ഡ് ആയിട്ടുള്ള സ്മോൾ പ്രോട്ടീൻ എന്താ പറയുക? നമ്മൾ ഈ ഡിസ്ട്രക്ഷന് വേണ്ടിയിട്ട് ടാഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീനാണ് യുബിക്വിറ്റിൻ എന്ന് പറയുന്നത്. എന്താണ് യുബിക്വിറ്റിൻ? സോ യുബിക്വിറ്റിനൈസേഷൻ ഈസ് എ പ്രോസസ് പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ പ്രോസസ് വേർ എ സ്മോൾ റെഗുലേറ്ററി പ്രോട്ടീൻ യുബിക്വിറ്റിൻ ഈസ് കോവാലൻ്റ് അറ്റാച്ച് ടു ദ ടാർഗറ്റഡ് പ്രോട്ടീൻ. അതായത് മിസ്ഫോൾഡഡ് ആയിട്ടുള്ള ഡാമേജ്ഡ് ആയിട്ടുള്ള പ്രോട്ടീനിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഒരു കോവാലൻ്റ്ലി അറ്റാച്ച് ചെയ്യുന്ന വളരെ ചെറിയ ഒരു റെഗുലേറ്ററി പ്രോട്ടീനാണ് യുബിക്വിറ്റിൻ എന്ന് പറയുന്നത്. ഇത് പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ്റെ ഒരു ഭാഗമാണ് യുബിക്വിറ്റിനേഷൻ എന്ന് പറയുന്ന ഈ യുബിക്വിറ്റിൻ അറ്റാച്ച് ചെയ്യുന്ന പ്രക്രിയ. സോ ദിസ് മാസ് ദ പ്രോട്ടീൻ ഫോർ ഡീഗ്രഡേഷൻ ബൈ പ്രോട്ടിയോസോംസ്. അപ്പം ഇങ്ങനെ യുബിക്വിറ്റിൻ ടാഗ്ഡ് ആയിട്ടുള്ള ടാർഗറ്റഡ് പ്രോട്ടീൻസിനെ ആര് ഡീഗ്രേഡ് ചെയ്ത് കളയും? പ്രോട്ടിയോസോംസ് ഡീഗ്രേഡ് ചെയ്ത് കളയും. അപ്പോൾ അതിൻ്റെ ലേബൽ അല്ലെങ്കിൽ മാർക്കായിട്ടാണ് യുബിക്വിറ്റിൻ പ്രവർത്തിക്കുന്നത്. മിസ്ഫോൾഡഡ് അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ് പ്രധാനമായും ഈ പാത്വേയുടെ ടാർഗറ്റ്സ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് എ ക്വാളിറ്റി കൺട്രോൾ മെക്കാനിസം വിത്തിൻ ദി സൈറ്റോപ്ലാസം. അല്ലേ, ഉണ്ടാക്കി വിടുന്ന പ്രോട്ടീൻസ് ഒക്കെ നല്ല ഗുണമേന്മയുള്ളതായിരിക്കണം. അപ്പോൾ ഇതൊരു ക്വാളിറ്റി കൺട്രോൾ മെക്കാനിസമാണ്. അടുത്ത ചോദ്യം, ദ സിന്തസിസ് ഓഫ് ഫോസ്ഫോലിപ്പിഡ്സ് എ ക്രൂഷ്യൽ കമ്പോണൻറ്റ് ഓഫ് സെൽ മെംബ്രെയിൻ പ്രൈമറിലി ഒക്കേഴ്സ് ഇൻ വിച്ച് സൈറ്റോപ്ലാസ്മിക് സ്ട്രക്ചർ. അപ്പോൾ ഈ താഴെ പറയുന്ന ഏത് സൈറ്റോപ്ലാസ്മിക് സ്ട്രക്ചറിലാണ് സെൽ മെംബ്രെയിൻസിൻ്റെ ക്രൂഷ്യൽ കമ്പോണൻ്റ് ആയിട്ടുള്ള ഫോസ്ഫോലിപ്പിഡ്സിൻ്റെ സിന്തസിസ് നടക്കുന്നത്? അത് നടക്കുന്നത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ വെച്ചിട്ടാണ്. സോ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് ലിപ്പിഡ് സിന്തസിസിൻ്റെ പ്രധാനപ്പെട്ട സൈറ്റാണ്. ഓക്കെ, അപ്പോൾ അവിടെ വെച്ചിട്ട് ബയോസിന്തസിസ് എന്തിൻ്റെയൊക്കെയാണ് നടക്കുന്നത്? ഫോസ്ഫോലിപ്പിഡിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും ബയോസിന്തസിസ് നടക്കും. അപ്പോൾ ഈ ഒരു സിന്തറ്റിക് പാത്വേസിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള എൻസൈംസും എവിടെയാണ് കാണുന്നത്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനുള്ളിലാണ് കാണുന്നത്. ഇവരുടെ സിന്തസിസിന് സഹായിക്കുന്ന എൻസൈംസ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനുള്ളിൽ കാണുന്നു. സോ അതുകൊണ്ട് തന്നെ മെംബ്രെയിൻ ലിപ്പിഡ്സിൻ്റെ പ്രൊഡക്ഷൻ ഈ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്ത് വെച്ച് നടക്കുകയും ആൻഡ് ദെൻ ബി ട്രാൻസ്പോർട്ടഡ് ടു ദ അതർ ഓർഗനൽസ് ഓഫ് ദി പ്ലാസ്മ മെംബ്രെയിൻ. ഇവിടെ വെച്ച് നടന്നതിന് ശേഷം ഇവയെ പിന്നീട് മറ്റ് സെൽ ഓർഗനൽസിലേക്കോ പ്ലാസ്മ മെംബ്രെയിനിലേക്കോ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. അടുത്ത ചോദ്യം, എ ബാക്ടീരിയൽ സെൽ ലാക്കിംഗ് ദ എബിലിറ്റി ടു പെർഫോം എയറോബിക് റെസ്പിറേഷൻ ഡ്യൂ ടു ദ ഇൻഹിബിഷൻ ഓഫ് ഇറ്റ്സ് റെസ്പിറേറ്ററി എൻസൈംസ് ലൈക്ലി ഹാസ് എ ഡിഫക്റ്റ് ഇൻ വിച്ച് സൈറ്റോപ്ലാസ്മിക് സ്ട്രക്ചർ. അപ്പോൾ ഒരു ബാക്ടീരിയൽ സെല്ലിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? എയറോബിക് റെസ്പിറേഷൻ്റെ എബിലിറ്റി ഇല്ല. അതെന്തുകൊണ്ട് ഇല്ലാതായി എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പിറേറ്ററി എൻസൈംസിൻ്റെ ഇൻഹിബിഷൻ്റെ ഫലമായിട്ടാണ് ഇവർക്ക് എയറോബിക് റെസ്പിറേഷൻ പോസിബിൾ അല്ലാതായത്. അപ്പോൾ അതിന് കാരണമായിട്ടുള്ള ഏത് സെൽ ഓർഗനലിൻ്റെ അല്ലെങ്കിൽ ഏത് സൈറ്റോപ്ലാസ്മിക് സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റാണ് ഈ റെസ്പിറേറ്ററി എൻസൈംസിൻ്റെ നിർമ്മാണത്തിലെ അല്ലെങ്കിൽ റെസ്പിറേറ്ററി എൻസൈംസിൻ്റെ ഇൻഹിബിഷനിലേക്ക് നയിച്ചത്. ആ ഇൻഹിബിഷൻ ആണല്ലോ എയറോബിക് റെസ്പിറേഷൻ പെർഫോം ചെയ്യാനുള്ള ബാക്ടീരിയൽ സെല്ലിൻ്റെ ആ ഒരു എബിലിറ്റിയെ നഷ്ടപ്പെടുത്തിയത്. അപ്പോൾ ആ സെൽ ഓർഗനൽ അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മിക് സ്ട്രക്ചർ ഏതാണെന്ന് ചോദിച്ചാൽ അത് മീസോസോമാണ്. അപ്പോൾ മീസോസോം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബാക്ടീരിയൽ പ്ലാസ്മ മെമ്പറിൻ്റെ ഇൻവാജിനേഷൻസ് എന്നാണ് പറയുന്നത്. ദേ വെയർ ബിലീവ്ഡ് ടു പ്ലേ റോൾ ഇൻ സെവറൽ ഫങ്ഷൻസ്. അതായത് ഒരുപാട് പ്രവർത്തനങ്ങളിൽ ബാക്ടീരിയയുടെ സെല്ലിൽ നടക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മീസോസോമാണെന്ന് പറയുന്നുണ്ട്. അതായത് സെൽ വാൾ ഫോർമേഷൻ, എയറോബിക് റെസ്പിറേഷനിലൊക്കെ ഒരു മുഖ്യ പങ്ക് ആർക്കുണ്ട്? മീസോസോമിനുണ്ട്.
Then, the enzymes involved in electron transport chain and oxidative phosphorylation in bacteria are located on the plasma membrane. ഓക്കെ, അപ്പം ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനും ഇലക്ട്രോ ട്രാൻസ്പോർട്ട് ചെയിനിനും വേണ്ടിയിട്ടുള്ള എൻസൈംസ് ഒക്കെ എവിടെയാണ് കാണുന്നത്? ബാക്ടീരിയയുടെ പ്ലാസ്മ മെമ്പറൈനിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ ആൻഡ് പ്ലാസ്മ മെമ്പറൈനിൽ മീസോസോംസിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. വെയർ തോട്ട് ടു ഇൻക്രീസ് ദി സർഫസ് ഏരിയ ഫോർ ദിസ് പ്രോസസ്. മീസോസോംസ് എന്താണ്? ഈ ഒരു പ്രക്രിയകളുടെയൊക്കെ സർഫസ് ഏരിയ ഒരുപാട് വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ വിച്ച് ആക്ടേഴ്സ് അനലോഗസ് ടു ക്രിസ്റ്റൈൻ മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയിലെ ക്രിസ്റ്റയ്ക്ക് ഒരു അനലോഗസ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് മീസോസോം എന്ന് പറയപ്പെടുന്നത്. അടുത്ത 10ാമത്തെ ചോദ്യം, ദ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ദാറ്റ് ഫിൽസ് എ സൈറ്റോപ്ലാസം ആൻഡ് സസ്പെൻസ് സെൽ ഓർഗനൽസ് ഈസ് നോൺ ബൈ വാട്ട് സ്പെസിഫിക് ടേം. അതായത് സൈറ്റോപ്ലാസത്തെ ഫില്ല് ചെയ്തിരിക്കുന്ന ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസസിനെ എന്ത് പറയുന്നു? വിച്ച് സസ്പെൻഡ് സെൽ ഓർഗനൽസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ സൈറ്റോസോൾ എന്ന് പറയുന്നത്. സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ഒഴികെയുള്ള പ്ലാസ്മ മെമ്പറൈൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ സാധനങ്ങളെയും കൂടി ചേർത്താണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. 2 പാർട്സാണ് വരുന്നത്, സെൽ ഓർഗനൽസും അതിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഫ്ലൂയിഡ് മാട്രിക്സും. അതിനെയാണ് സൈറ്റോസോൾ എന്ന് പറയുന്നത്. സൈറ്റോസോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്വസ് ജെല്ലി ലൈക്ക് പോർഷൻ ഓഫ് സൈറ്റോപ്ലാസമാണ്. അവിടെയാണ് പ്രധാനമായും മെറ്റബോളിക് റിയാക്ഷൻസ് നടക്കുന്നത്, സിഗ്നലിംഗ് പാത്വേ നടക്കുന്നത്. ഓക്കെ, സോ താങ്ക് യു.